Good morning, all. Good morning, Arule. Miss Ward ആണല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ വാർഡ് അല്ലേ മിസ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി ഓർ വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി അത് സ്റ്റാർട്ട് ചെയ്തു അല്ലേ അതിലത്തെ ഫസ്റ്റത്തെ ഒരു 5 പോയിന്റ് പറഞ്ഞോ മിസ് 4 പോയിന്റ് ആണ് അല്ലേ ഓക്കെ നോക്കിയോ എല്ലാവരും ഓക്കെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യിക്കും മിസ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ക്ലിയർ അല്ലേ ക്ലിയർ ഡൗട്ട്സ് ഉണ്ടോ ക്ലിയർ ആണോ ക്ലിയർ ആണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് നെക്സ്റ്റ് provide assistance to all nurses and ensure appropriate cleanliness of all units. എന്താണ് നമ്മുടെ nurses നമ്മുടെ വാർഡിലുള്ള നഴ്സിനെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക അല്ലെ അവരെ സഹായിക്കുക കൂടാതെ നമ്മുടെ വാർഡിലെ എല്ലാ യൂണിറ്റ്സിലും നമ്മൾ പറഞ്ഞ പേഷ്യന്റ് ഏരിയ ഉണ്ട് പിന്നെ എന്താണ് നഴ്സസ് ഏരിയസ് ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു നമ്മുടെ വാർഡിലെ എല്ലാ ഏരിയാസിലേക്കും ശുചിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ് എന്താണ് നമ്മുടെ രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ ചിലപ്പോ എന്താണ് ഓരോ ദിവസവും നമ്മുടെ ഡോക്ടേഴ്സ് വരുന്ന സമയത്ത് ചിലപ്പോ ആ ഒരു പേഷ്യന്റിന്റെ മരുന്നുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടാവാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മുടെ ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ആ ഒരു വിവരങ്ങൾ നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫിനെ നമ്മുടെ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗവിവരങ്ങളും അല്ലെ ഡയഗ്നോസിസും അറിയിക്കേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ് ഓക്കെ ആണോ എന്താണ് ചിലപ്പോ രോഗിയുടെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ അപ്പൊ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്താണ് ശേഖരിക്കുകയും അത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും അല്ലെ ആ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ നിലനിർത്തുകയും കൂടാതെ ആ രോഗിയെ കുറിച്ചുള്ള എല്ലാ ഡയഗ്നോസിസുകളും രോഗനിർണയങ്ങളും നമ്മുടെ നഴ്സിനെ അറിയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഷുർ പ്രോപ്പർ സർവീസസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്സ് എന്താണ് നമുക്ക് വാർഡിലെ ഒരു പേഷ്യന്റിനെ കെടുത്തിയാലും വാർഡിലെ മാത്രമായ ഒരു പ്രവർത്തനങ്ങളോ പെർഫോമൻസ് മാത്രം മതിയോ രോഗിക്ക് ഡോക്ടേഴ്സിന്റെ സേവനം ആ ഒരു വാർഡിലുള്ള നഴ്സുമാരുടെ സേവനം മാത്രം മതിയോ പോരാ അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ വേണോ ഫാർമസിയിൽ മരുന്നുകൾ കിട്ടണം അല്ലെ ഡയറ്റീന് അല്ലെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റീന് അതിനുള്ള സൗകര്യങ്ങൾ വേണം പിന്നെ ഡയാലിസിസ് സർവീസ് ഉണ്ടെങ്കിൽ ഡയാലിസിസ് സർവീസ് സെന്റേഴ്സ് എന്നുള്ള സഹകരണം വേണം പിന്നെ എന്താണ് നമ്മുടെ ലാബ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബോറട്ടറിയിൽ നിന്നുള്ള സേവനം വേണം അല്ലെ അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് വേണോ വേണം അല്ലെ നമ്മ വാർഡിലെ ഒരു രോഗിയെ കെടുത്തിയാല് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട് അല്ലെ പിന്നെ എന്താണ് ഫാർമസിയിൽ നിന്ന് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ടോ മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ
മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ, വാർഡിലെ സുഗമമായ പ്രവർത്തനത്തിന് അല്ലെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷനും കൂടാതെ അവിടെ നൽകുന്ന സർവീസുകൾ പ്രോപ്പർ ആണോ അല്ലെ, ശരിയായ രീതിയിലുള്ളതാണോ, ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, ഗുണനിലവാരം ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും. നെക്സ്റ്റ് നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അല്ലെ, മെഡിക്കേഷൻസ് ആവാം, എക്യുപ്മെന്റുകളാകാം, മറ്റ് ഐറ്റംസ് ആകാം, അത് നൽകേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? അതർ സ്റ്റോഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി വേണം അല്ലെ. അപ്പൊ അതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആ വാർഡിലെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും എല്ലാ റിസോഴ്സുകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വാർഡ് ക്ലർക്കാണ്. നെക്സ്റ്റ് പറയുന്നത് prepare and update patient charts with ancillary reports and forms from various departments. മറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെ, ആൻസിലറി റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ പേഷ്യന്റ് ചാർട്ടിൽ പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതും അത് പ്രിപ്പയർ ചെയ്യേണ്ടതും ആരാണ്? വാർഡ് ക്ലർക്കാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഒക്കെ എന്താണ്? പേഷ്യന്റിന് മെഡിക്കൽ റെക്കോർഡിൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ചാർട്ടിൽ വെക്കണോ? ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ അല്ലെ, എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ആൻജിയോഗ്രാം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ നമ്മുടെ പേഷ്യൻസിന്റെ ചാർട്ടിൽ പ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ അതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് maintain discharge summary reports for all patients and keep records of all patients and send medical records to MRD after the discharge of patient. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറി തരുന്നുണ്ട് അല്ലെ. കണ്ടിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? റിപ്പോർട്ട് തരാറുണ്ട് അല്ലെ. നമ്മൾ എന്ത് ഹെൽത്ത് കണ്ടീഷൻ ആയിട്ടാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത് അല്ലെ, നമുക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ടുകൾ എന്തായിരുന്നു അല്ലെ, നമ്മൾ ആ ഡോക്ടർ എന്താണ് ഡയഗ്നോസിസ് നടത്തിയത് അല്ലെ, രോഗനിർണയം നടത്തിയത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് അല്ലെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്. ആണോ? അതൊരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് സമ്മറി നമ്മുടെ പേഷ്യന്റ് റെക്കോർഡുകളിൽ നിലനിർത്തപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരാറില്ലേ? നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരാറുണ്ട് അല്ലെ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറി കാണിക്കാം അല്ലെ. ആൻസിലറി എന്ന് പറഞ്ഞാൽ മറ്റ് അനുബന്ധ സർവീസുകൾ, ഹെൽപ്പിംഗ് ആയിട്ടുള്ള സർവീസുകൾ, ഫാർമസി, റേഡിയോളജി, ലബോറട്ടറി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ. ഡിസ്ചാർജ് സമ്മറി നമുക്ക് തരുന്നുണ്ട് അല്ലെ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരാറില്ലേ ഡോക്ടറുടെ സൈൻ ഒക്കെ ചെയ്തിട്ട് അല്ലെ? ആണോ? ആണ്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്ചാർജ് സമ്മറി നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ് സമ്മറി നിലനിർത്തുകയും കൂടാതെ എന്താണ് ആ ഒരു റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ റെക്കോർഡ് ആ ഒരു വാർഡിൽ തന്നെ സൂക്ഷിക്കണോ? വാർഡിലാണോ സൂക്ഷിച്ചു വെക്കുന്നത്? അല്ല അല്ലെ. നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു അല്ലെ. ഇനി വാർഡിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങോട്ട്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? എന്നിട്ട് പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അല്ലേ നമ്മൾ ഫയൽ എടുക്കുന്നത്. അപ്പൊ ആ ഒരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പേഷ്യന്റിന്റെ റെക്കോർഡിൽ ആ ഒരു ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തുകയും ആ ഒരു ഡിസ്ചാർജിന് ശേഷം അവരുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അയക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. എന്താണ്? ഈ പേഷ്യൻസിന്റെ
മെഡിക്കൽ റെക്കോർഡ് നമ്മുടെ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണോ ആ ഒരു രോഗിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അവർക്ക് എന്താണ് രോഗം അല്ലെ? അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ? വേണോ? അപ്പൊ മറ്റ് ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻസിന്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അഡ്മിനിസ്റ്റർ ചെയ്യല്ലേ നൽകുകയും കൂടാതെ ആ ഒരു വാർഡിലെ അറ്റൻഡൻസ് റെക്കോർഡുകൾ നിലനിർത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഈ വാർഡുകാർക്കാണ് അല്ലെ? അവർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, നഴ്സുമാര് അല്ലെ? അപ്പൊ അവരുടെയൊക്കെ ആ ഒരു അറ്റൻഡൻസിന്റെ റെക്കോർഡുകൾ നിലനിർത്തുന്നതും കീപ്പ് ചെയ്യുന്നതും നമ്മുടെ ഈ വാർഡുകാർക്കാണ്. നെക്സ്റ്റ് പറയുന്നത് all monitor all emergency calls and evacuate facilities when required അല്ലെ? ഇപ്പൊ ചിലപ്പോ എന്താണ് വാർഡിൽ കിടക്കുന്ന ഏതെങ്കിലും പേഷ്യൻസിനും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കാം അല്ലെ? പറയാൻ പറ്റുമോ നമുക്ക് എപ്പോഴാണ് എമർജൻസി സിറ്റുവേഷൻ വരുന്നതെന്ന്? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എമർജൻസി കോൾസുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വാർഡിലേക്ക് വരുന്ന എമർജൻസി കോളുകൾ എടുക്കുന്നതും ആ ഒരു എമർജൻസി സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഷിഫ്റ്റ് ചെയ്യേണ്ടതും ആരാണ്? വാർഡുകാർക്കാണ്. ഓക്കെയാണോ? അത് ഇപ്പൊ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിൽ ആർക്കെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കാം. അപ്പൊ അവിടേക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ? എക്യുപ്മെന്റുകൾ എത്തിച്ചു കൊടുക്കണം, ഡോക്ടേഴ്സിന് സേവനം നൽകണം അല്ലെ? അപ്പൊ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ വാർഡുകാർക്കാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ ഇൻ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഓരോ പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡില് ഡോക്ടേഴ്സിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് നൽകുന്ന വിവരങ്ങള്, ECG അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ECGയുടെ റിസൾട്ടുകള്, എക്കോ ടെസ്റ്റുകളുടെ റിസൾട്ടുകള്, മറ്റ് എക്സിട്രി ആണ് അല്ലെ? മറ്റ് ടെസ്റ്റുകളോ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം വിവരങ്ങള് അവരുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡിൽ പ്ലേസ് ചെയ്യേണ്ടത് അതാണ്? വാർഡുകാർക്കാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. നമ്മുടെ വാർഡിലെ ആ ഒരു ഫ്ലോർ, നമ്മുടെ വാർഡ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഫ്ലോർ മാനേജറുടെ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണ്, അവരുടെ ജോലി അല്ലെ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഫസ്റ്റ് പറയുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് is a professional who is specialized in helping people who are recovering from disease or disability. എന്താണ്? ഏതെങ്കിലും രോഗത്തിൽ നിന്നോ അല്ലെ ഡിസീസിൽ നിന്നോ അല്ലെങ്കിൽ വൈകല്യത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്താണ്? എന്തെങ്കിലും രോഗത്തിൽ നിന്നോ വൈകല്യത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഹി ഓർ ഷീ അല്ലെ? ചിലപ്പോ അത് മെയിലാവാം ഫീമെയിൽ ആവാം അല്ലെ? ആര് വേണമെങ്കിലും ആവാം. അപ്പൊ മെയില് മാത്രം ആവാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉണ്ടോ? ഇല്ല അല്ലെ? ഹി ഓർ ഷീ ആര് വേണമെങ്കിലും ആവാം അല്ലെ? അപ്പൊ ഹി ഓർ ഷീ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്, കമ്പയർ ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് and makes adjustment if necessary. ആളെന്താ ചെയ്യുന്നത്? നമ്മുടെ പേഷ്യന്റ് കെയർ സർവീസസ് അല്ലെ? നമ്മുടെ രോഗി പരിചരണ സേവനങ്ങളുടെ എന്താണ് ക്വാളിറ്റി അല്ലെ? ഗുണനിലവാരം അല്ലെങ്കിൽ ആ ഒരു പ്രകടനങ്ങൾ എങ്ങനെയാണ്, ഗുഡ് ആണോ അല്ലെ? അത് മോണിറ്റർ ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ സ്റ്റാൻഡേർഡ് എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകളാണോ?
ഇത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ എന്താണ്, ഒന്നില്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആയി ജോലിക്ക് കയറുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനോ അതല്ലെങ്കിൽ നഴ്സിംഗ്. ഓക്കെ, പിന്നെ അവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. എന്താണ് സ്കിൽഡ് നമ്മൾ പറഞ്ഞു അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു അല്ലെ, കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളാണ് കേട്ടോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ജോലികൾ ചെയ്യുന്നത്. അപ്പൊ ആരെന്താ ചെയ്യുന്നത്, ഹി ഓർ ഷീ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. എന്താണ് നമ്മുടെ രോഗി പരിചരണ സേവനങ്ങള് ഗുണനിലവാരമുള്ളതാണോ അല്ലെ ഗുഡ് ആണോ എന്ന് ആള് നിരീക്ഷിക്കുന്നു. കൂടാതെ മറ്റ് ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകളുമായിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുശേഷം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു. ഓക്കെ ആണോ? നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ എന്താണ്, അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പ്രൈവറ്റ് അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് ആ ഒരു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകളാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് എന്തെങ്കിലും പേഷ്യന്റ് സേഫ്റ്റിയിലോ അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. ഇവരുടെ ജോലി എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അല്ലെ. ഫസ്റ്റ് വരുന്നത് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർ അല്ലെ. എന്താണ് ആ ഒരു വാർഡിലെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലെ ചിലപ്പോ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ വാർഡ് എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു വാർഡിലെ ഡിസിപ്ലിൻ ശരിയായ രീതിയിലുള്ള ആ ഒരു ഡിസിപ്ലിൻ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. അതിനുവേണ്ടി ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചെക്ക് നോയിസ് ലെവൽ അല്ലെ. ആ ഒരു ഫ്ലോറിലെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലെ നോയിസ് ലെവൽ ശബ്ദനില പരിശോധിക്കണം അല്ലെ. നമ്മുടെ സ്റ്റാഫുകൾ ഒരുപാട് സൗണ്ട് നോയിസ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നോയിസ് വരുന്നുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ശബ്ദനില പരിശോധിക്കുക. ആ ഒരു വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വോയിസ് നിലനിർത്തുക. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. നമ്മുടെ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ലഭ്യത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. എന്താണ് നമ്മുടെ വാർഡിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരാം. ആ ഒരു സമയത്ത് എന്ത് വേണം, ഡോക്ടേഴ്സിന്റെ ലഭ്യത വേണോ. അതല്ലാണ്ട് റൗണ്ട്സിന്റെ സമയത്ത് മാത്രം ഡോക്ടേഴ്സ് വന്നാൽ മതിയോ, പോരാ അല്ലേ. ഏതൊരു സിറ്റുവേഷൻ അവർക്ക് വന്നു കഴിഞ്ഞാലും ഡോക്ടേഴ്സിന്റെ ലഭ്യത കിട്ടണം അല്ലെ. അപ്പൊ ഡോക്ടേഴ്സിന്റെ ലഭ്യത എല്ലായ്പ്പോഴും വാർഡിലേക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. എന്താണ് നഴ്സിംഗ് കോൾസ് എപ്പോഴാണ് ചെയ്യുന്നത്, എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് അല്ലെ നഴ്സിംഗ് കോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഒരു നഴ്സിംഗ് കോൾസിന് പെട്ടെന്ന് തന്നെ പ്രതികരണം അല്ലെ റെസ്പോൺസ് നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ഡിസിപ്ലിന്റെ കാര്യത്തില് സ്റ്റാഫുകളുടെ അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻലി പെട്ടെന്ന്. ഓക്കെ ആണോ? സ്റ്റാഫുകളുടെ ബിഹേവിയറും അവരുടെ മനോഭാവവും അല്ലെ നമ്മ പറയാറുണ്ട് അല്ലെ. ചില ഹോസ്പിറ്റല് സ്വിച്ച് പോലെ ഉണ്ടാവും, നഴ്സിംഗ് കോള് ബെല്ല് പോലെ കണ്ടിട്ടുണ്ടോ. അത് ഞെക്കിക്കഴിഞ്ഞാല് സിസ്റ്റർമാരിയ്ക്കുന്ന ആ ഒരു അവിടെ ബെല്ലടിക്കും അല്ലെ. അവര് പെട്ടെന്ന് തന്നെ ഇപ്പൊ വരും. അപ്പൊ ഒന്നില്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ടെലിഫോണിൽ വിളിക്കാം നഴ്സിംഗ് കോള്. അതല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് നിൽക്കുമ്പോ ആ ഒരു സമയത്ത് തന്നെ ഏത് സെക്ഷനിലേക്കാണോ നമ്മുടെ നഴ്സിന്റെ അവൈലബിലിറ്റി വേണ്ടത് അത് ലഭ്യമാക്കി കൊടുക്കും. ഓക്കെ. നമ്മ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറയാറുണ്ട് അല്ലെ നഴ്സിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല അല്ലെ. അവര് തട്ടിക്കേറും. നമ്മളോട് ദേഷ്യപ്പെടുന്നു പറയാറുണ്ടോ.
അതെന്താണ് അവരുടെ ബിഹേവിയർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മുടെ പേഷ്യൻസിനോട് ശരിയായ രീതിയിലാണ് അവർ പെരുമാറുന്നത്, കാം ആൻഡ് ക്വയറ്റ് ആണോ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് perform duties related to hospital information system. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ വാർഡ് ഫ്ലോർ മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പുതിയ അഡ്മിഷൻ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ചിലപ്പോ ആ വാർഡിലേക്ക് അല്ലെ, ഇപ്പൊ 3rd ഫ്ലോറിലാണ് എങ്കിൽ എന്താണ് ആ ഒരു വാർഡിൽ ആ ഒരു ഫ്ലോറിലേക്ക്, അല്ലെങ്കിൽ കാർഡിയോളജി വാർഡിലാണെങ്കിൽ ആ ഒരു വാർഡിലേക്ക് പുതിയ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെ, സിസ്റ്റത്തിൽ പുതിയ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Next, ensure that the discharges are completed on time in the system. അല്ലെ ആ ഒരു വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിൽ നിന്ന് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തില് കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ എന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ രാവിലെ 10:30 മണിയാകുമ്പോ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടേ നമ്മൾ ഇത്ര മണിയാകുമ്പോൾ പോകുമ്പോൾ ഈവനിങ് ആവും അല്ലേ. എല്ലാവർക്കും അനുഭവമുള്ള കാര്യമല്ലേ. 5:30, 6, 6:30, 7 മണിയൊക്കെ ആവും അല്ലേ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് നമ്മുടെ സിസ്റ്റത്തില് കറക്റ്റ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഹെൽത്ത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ് അല്ലെ. നമ്മുടെ ബെഡ് മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ആ ഒരു വാർഡിലേക്ക് ബെഡിന്റെ അവൈലബിലിറ്റി കിട്ടാതിരിക്കുക പേഷ്യൻസിന്, അല്ലെങ്കിൽ അവര് ആ ഒരു വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കാനായിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എൻഷുർ പേഷ്യന്റ് കെയർ അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ രോഗി പരിചരണം ഉറപ്പുവരുത്തണം അല്ലെ. നമ്മുടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് നോക്കണ്ടേ. അപ്പൊ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലംസ് അല്ലെ. പേഷ്യന്റിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അല്ലെ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അല്ലെ, അതെന്നിട്ട് പരിഹരിച്ചു കൊടുക്കുക. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മുടെ രോഗികൾക്ക് ചില കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടാവും അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർവീസുകളെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രോഗികൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. നെക്സ്റ്റ് പറയുന്നത് ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയല്. നമ്മുടെ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് ഫയല് കംപ്ലീറ്റ് ആണോ അല്ലെ, മുഴുവനാണോ, അതായത് ആ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ വിവരങ്ങളും ആ ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ് അല്ലെ. ആ ഒരു വാർഡിന്റെ യൂണിറ്റ് പെർഫോമൻസ് ഏകോപിപ്പിക്കുകയാണ്. ഇപ്പൊ വാർഡിൽ ഇപ്പൊ നമുക്ക് ആകെ നഴ്സുമാരുടെ സേവനം മാത്രമാണോ ലഭിക്കുന്നത്? അല്ല അല്ലേ, ആണോ? എക്യുപ്മെന്റുകളുടെ സർവീസ് ലഭിക്കുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് ആണോ? മറ്റ് സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ, മറ്റ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാർഡിലെ ആ ഒരു പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു യൂണിറ്റ് പെർഫോമൻസ് ഏകോപിപ്പിക്കുക. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് feedback to chairman or HOD in compliance with the quality standards, medical records audit and significant incident. നമ്മുടെ ആ ഒരു വാർഡിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടുത്തെ ക്വാളിറ്റിയിൽ അല്ലെ ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ പേഷ്യൻസിന് നൽകുന്ന സർവീസുകളിലോ കെയർസിലോ ട്രീറ്റ്മെന്റുകളിലോ അതിന്റെയൊക്കെ ഗുണനിലവാര മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെ സംഭവങ്ങളും പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ ചെയർമാനെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് supervise the duties of ward secretaries on the respective floor, ensures the ward secretaries are facing doctors visit beside procedures like echo, ECG എന്നില്ലേ. നമ്മൾ ഇതിക്ക് മുമ്പ് വാർഡ് സെക്രട്ടറി പഠിച്ചപ്പോ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ ലാസ്റ്റ് placing doctors visit, ECG, echo, etc. in medical records അല്ലേ. അപ്പൊ ഈ ഒരു വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അവര് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ അല്ലെ ജോലികള് അവര് ആ ഒരു ഓരോ ഫ്ലോറിലെ ആ ഒരു വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അവര് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ മേൽനോട്ടം വഹിക്കുക. കൂടാതെ ആ ഒരു വാർഡ് സെക്രട്ടറി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ സമയത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അവർക്ക് എന്ത് ചെയ്യണം ആ ഒരു രോഗിക്ക് എക്കോ ECG അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയേഴ്സോ ടെസ്റ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിസൾട്ടുകൾ രോഗിയുടെ ആ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? അഞ്ചാമത്തത് ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ കംപ്ലൈന്റ് നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടുത്തെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ അവിടെ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളില് അല്ലെങ്കിൽ പരിചരണങ്ങളില് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർവീസുകളില് ഒക്കെ എന്തെങ്കിലും ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യാണ് അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ് സംഭവിക്കുക അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ അറിവിൽ പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീഡ്ബാക്കുകൾ നമ്മുടെ ചെയർമാനെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെയോ അറിയിക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണോ അഞ്ജന? ആ ഒരു സെക്ഷൻ ഓക്കെ ആയോ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓക്കെ ആയോ? നമ്മൾ ഇതിൽ ഒരുപാട് 3 പേരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറിപ്പോകരുത്. വാർഡ് ക്ലർക്ക് ഉണ്ട്, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉണ്ട്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ആ പേരിൽ തന്നെയുണ്ട് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ. അപ്പൊ ആരുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പേഷ്യൻസുമായിട്ട് അല്ലേ. അപ്പൊ നോക്കിയേ നമ്മുടെ ആ ഒരു പേഷ്യൻസ് അവരുടെ ഫാമിലി പിന്നെ ആ ഒരു ഹോസ്പിറ്റലുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ. Next, patient relation officer is responsible for managing the relationship between healthcare providers and patients. എന്താണ് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും നമ്മുടെ പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആ ഒരു ബന്ധം മാനേജ് ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ. ശരിയായ രീതിയിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക അല്ലെ. നമ്മുടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക അല്ലെ. ഹോസ്പിറ്റൽ ഏതൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സൗഹൃദപരമായിട്ടുള്ള അല്ലെ നമ്മുടെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബന്ധം മാനേജ് ചെയ്യേണ്ടത് ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. They work with the doctors, nurses, hospital, pharmaceutical companies, etc. to make sure that all parties involved in a patient care are pleased with their experience. കൂടാതെ ഒരു ആരോഗ്യം കൂടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടേഴ്സുമായിട്ട്, നഴ്സുമാരുമായിട്ട്, ഹോസ്പിറ്റൽസുമായിട്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് എന്താണ് ഇവര് പേഷ്യന്റ് കെയർ സർവീസുകളില് ഇവരും കൂടി ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഡോക്ടേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, നഴ്സുമാരുണ്ട്, ഹോസ്പിറ്റലിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അല്ലെ? നമ്മുടെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ് അല്ലെ? അപ്പൊ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ട് നമ്മുടെ പേഷ്യന്റ് കെയർ സർവീസിൽ. അപ്പൊ ഈ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസിൽ അവര് സന്തോഷമുള്ളതാണോ അല്ലെ, അല്ലെങ്കിൽ അവർ സംതൃപ്തരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ ആണോ? നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എക്സെട്ര അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളില് അവരുടെ പ്രവർത്തനങ്ങള്, അവര് ഹോസ്പിറ്റലിന് നൽകുന്ന സേവനങ്ങളില് അവര് സംതൃപ്തരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. PRO ആണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസറെ PRO എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അവരുടെ ജോബ് ഡ്യൂട്ടീസ് എടുക്കട്ടെ. Next, a patient relation manager typically has, patient relation officer job duties. Patient relation manager, രണ്ട് PROs ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട്. രണ്ടും വേറെ വേറെയാണ് കേട്ടോ, ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട്. ഓക്കെ, നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ CMO എന്ന് പറയില്ലേ, CMO, അതും രണ്ടെണ്ണം ഉണ്ട് ഹോസ്പിറ്റലില്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ട്. ഓക്കെ, കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഓൾ ഇൻ ഓൾ ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ നമുക്ക് എക്സാമിന് വരുമ്പോ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കും കേട്ടോ. എക്സാമിന് സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കും. ഇപ്പൊ CMO ഒക്കെ ചോദിക്കുമ്പോ ഇൻ കാഷ്വാലിറ്റി ബേസിസ് CMO സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കേ. അപ്പൊ നിങ്ങൾ അതില് ഓപ്ഷൻ ഉള്ളത് എഴുതാം കേട്ടോ, നോക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ജോലി അല്ലെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എ പേഷ്യന്റ് റിലേഷൻ മാനേജർ typically has an expensive range of responsibilities. അല്ലെ, എന്താണ് നമ്മുടെ ആ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് എക്സ്പെൻസീവ് റേഞ്ചിൽ അല്ലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, ഉത്തരവാദിത്തങ്ങളുണ്ട്. which include, അതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? Ensure that the patients are comfortable during their visit by greeting them warmly. എന്താണ് നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ വിസിറ്റിംഗ് ടൈമില് അവർക്ക് സുഖകരമാണോ അല്ലെ, രോഗികൾക്ക് സുഖകരമാണെന്ന് ഉറപ്പുവരുത്താൻ അല്ലെ, എന്താണ് അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട, എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, റിസപ്ഷനിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചോ അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ വിസിറ്റിംഗ് സമയത്ത് ആ ഒരു രോഗി കംഫർട്ട് ആയിരുന്നു അല്ലെ, അവർക്ക് അവരുണ്ടായിരുന്ന അനുഭവങ്ങൾ സുഖകരമാണോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് making sure that patients are aware any changes in their treatment plans or medical condition. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ മക്കളെ വരുന്നേ. ഇപ്പൊ ചാപ്റ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, ടെൻഷൻ അടിക്കണ്ട, എടുക്കുന്നത് പഠിക്കട്ടോ.
എക്സാം ഒക്കെ ആവാറാകുമ്പോഴേക്കും മിസ്സുമാര് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പോഴേ ആളുകൾക്ക് ടെൻഷൻ അടിക്കണോ? എക്സാമിന്റെ കാര്യം വെച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കണോ? വേണ്ട അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് പഠിക്കാം. നമുക്ക് എക്സാം ഒക്കെ ആവാറാകുമ്പോഴേക്കും മിസ്സുമാർ അതിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. എക്സാം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വിളിച്ച് ഇൻഫർമേഷൻ ഒക്കെ തരും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കാം അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ making sure that patients are aware of any changes in their treatment plans or medical conditions, informing them of any imminent appointments. അല്ലെ? എന്താണ് പേഷ്യന്റ് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുകളില് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് അവെയർ ആണോ അല്ലെ, അവർക്ക് അതിന് അറിവുണ്ടോ എന്ന് ഉറപ്പുവരുത്താം അല്ലെ. ഇപ്പൊ ചില കേസുകളിലൊക്കെ എന്താണ്, ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മെഡിക്കേഷൻസ് ഒന്നും ഉപയോഗിച്ചാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, ആണോ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഡോക്ടേഴ്സ് ഇൻസുലിൻ ഒക്കെ എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ് അവരുടെ ട്രീറ്റ്മെന്റിൽ പ്ലാനിൽ വന്ന ഒരു ചേഞ്ചസ് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും മരുന്നുകൾ മാറ്റി എഴുതി കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാനിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് അറിവുണ്ടോ, അവർക്ക് അത് അറിയോ എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ അവർക്ക് ആസന്നമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ ഇപ്പൊ കാണുന്ന ഡോക്ടേഴ്സ് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ റെഫറൽ വെച്ചിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ വിസിറ്റിന് അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ പേഷ്യൻസിന് അറിയോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇമ്മിനൻസ് മീൻസ് ആസന്നമായിട്ടുള്ള, നീ വരാൻ പോകുന്ന കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അറേഞ്ചിങ് ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ് അല്ലെ. നമ്മുടെ ആ ഒരു രോഗിക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതിനോ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് ടു പേഷ്യൻസ് ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓഫറിംഗ് റീഅഷുറൻസ് അല്ലെ. അപ്പൊ എന്താണ്, ചിലപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കും അല്ലെ. അവിടുത്തെ ഫെസിലിറ്റീസില്, ട്രീറ്റ്മെന്റില്, ഡോക്ടേഴ്സിന്റെ എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവാറുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ രോഗിക്ക് അങ്ങനെ എന്തെങ്കിലും എന്താണ് അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് മറുപടി ചോദ്യങ്ങളുണ്ട്, എൻക്വയറീസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് എന്ത് കൊടുക്കാം, ഒരു ഇമോഷണൽ ബാക്കപ്പ് അല്ലെ, അവർക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ളത് നമ്മുടെ PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾ നമുക്ക് കറക്റ്റ് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരുന്നില്ല, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി തരുന്നില്ല, എങ്ങൊന്നും തൊട്ടാത്ത രീതിയിലാണ് മറുപടി തരുന്നതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലേ. അപ്പൊ എന്താണ്, ആ ഒരു പേഷ്യന്റിന് അവർക്ക് ആവശ്യമായുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നൽകുക. നെക്സ്റ്റ് പറയുന്നത് coordinate with the physician and other healthcare professional to make sure that all needs are met during patient visit. അല്ലെ, നമ്മുടെ പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അല്ലെ, അവർക്ക് നീഡ്സ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ സർവീസുകളും നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് maintain exact record of patient meeting with the physician
nurses and other staff members അല്ലെ നമ്മുടെ പേഷ്യന്റിന്റെ ശരിയായ രീതിയിലുള്ള എക്സാക്ട് റെക്കോർഡ് നിലനിർത്താം അല്ലെ. അതിന് ഫിസിഷ്യൻസിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഡോക്ടേഴ്സ് ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനുമായി എഴുതിയ വിവരങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് എഴുതി കൊടുക്കുന്ന മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഫിസിഷ്യൻസിനെ, നഴ്സിനെ, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുകളെ മീറ്റ് ചെയ്ത സമയത്ത് അവർ എഴുതി കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈൻസ്, കൺസേൺ ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഡയഗ്നോസിസ്. എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് അല്ലെ, ചികിത്സാ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശങ്കകൾ കൺസേണുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ട് അല്ലെ, കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ട് എങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മേക്കിംഗ് പേഷ്യന്റ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ പേഷ്യൻസ് അറ്റ് ഹോസ്പിറ്റൽ. എന്താണ് നമ്മുടെ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് സർവീസിനെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണ്ടേ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും ഒരുപോലെയുള്ള ഫെസിലിറ്റീസും ട്രീറ്റ്മെന്റ് ഒക്കെ ആണോ കൊടുക്കുന്നത്, സർവീസ് ആണോ കൊടുക്കുന്നത്? അല്ല അല്ലെ. ചില ഹോസ്പിറ്റലില് പുതിയ പുതിയ രീതിയിലുള്ള അല്ലെ, അത്യാധുനിക രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും സർവീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് നൽകുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഫെസിലിറ്റീസിനെ കുറിച്ചോ നമ്മുടെ പേഷ്യൻസിന് അറിയേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് investigate and convey complaints or problems to the appropriate health department of the hospital. നമ്മുടെ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്രോപ്രിയേറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെ വിവരം അറിയിക്കേണ്ടതും അത് ഇൻവെസ്റ്റിഗേറ്റ് അല്ലെ, അത് അന്വേഷിച്ച് അവരെ വിവരം അറിയിക്കേണ്ടത് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, നമ്മ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ എടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടാണ് പേഷ്യന്റ് റിലേഷൻ മാനേജർ അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഓർ പേഷ്യന്റ് റിലേഷൻ മാനേജർ typically has an expensive range of responsibilities അല്ലെ. വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടാണ് അല്ലെ എടുക്കുന്നത്, ആണോ? ക്ലിയർ അല്ലേ? ഇത്ര എടുത്തത് ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് assist in setting conflicts and act as an intermediary between patients, families and the hospital. ചിലപ്പോ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സുമായിട്ടോ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ, കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതിനെ ശരിയാകാം അല്ലെ. കുറെ നേരം നിന്നിരിക്കുമ്പോൾ നമുക്കാണെങ്കിലും ചില സമയത്ത് ദേഷ്യം വരാറുണ്ട് അല്ലെ. എത്ര നേരം കാലത്ത് വന്ന് നിൽക്കുന്നതാണ് അല്ലെ, അപ്പോയിന്റ്മെന്റിന് വേണ്ടി രാവിലെ വന്ന് ക്യൂ നിൽക്കുന്നതാണ്. പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റിയുടെ അഭാവം കൊണ്ടാകാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർവീസിലാകാം, അല്ലെങ്കിൽ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും സേഫ്റ്റിയുടെ പ്രോബ്ലം ആവാം. അപ്പൊ ഏത് രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിലും ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നമ്മുടെ പേഷ്യൻസിനോ ഫാമിലീസിന്റെ ഇടയിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ബിഹേവിയറിൽ നിന്ന് ചിലപ്പോൾ തർക്കങ്ങൾ വരാം അല്ലെ.
സ്റ്റാഫുകൾ ആരും പേഷ്യന്റിന്റെ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് പെരുമാറുന്ന രീതി അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തർക്കങ്ങൾ പരിഹരിക്കേണ്ടതും അവർക്കിടയിൽ എന്താണ് ഒരു മധ്യസ്ഥൻ അല്ലെ, ഇന്റർമീഡിയറ്ററി ആയിട്ട് പ്രവർത്തിക്കേണ്ടതും ആരാണ്? നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് collect data and information about patient feedback and make recommendation appropriately. എന്താണ്? നമ്മുടെ പേഷ്യൻസിന്റെ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കുകയാണ്, കളക്ട് ചെയ്യാം. ചിലപ്പോ പേഷ്യൻസിന് അവരുടെ സർവീസുകളിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നാം അല്ലെ, ഗ്യാപ്പുകൾ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നാം അല്ലെ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കുകയും ആ ഒരു ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ അല്ലെ, ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് വേണ്ട റെക്കമെൻഡേഷൻസ് നൽകുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അറിയിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? ശുപാർശകൾ നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് explaining policies, procedure or services to unknown patients by using medical administrative knowledge. അല്ലെ, എന്താണ് നമ്മുടെ ആ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് വെച്ച് കാണിട്ട് എന്ത് ചെയ്യുക, അറിയാത്ത അല്ലെ, ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പോളിസികളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളെ കുറിച്ചോ ഒന്നും അറിയാത്ത പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിലെ നയങ്ങളെ കുറിച്ചും അവിടുത്തെ നടപടിക്രമങ്ങളെ കുറിച്ചും അവരുടെ സേവനങ്ങളെ കുറിച്ചും വിശദമാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? നമ്മുടെ പേഷ്യൻസിന്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. നമ്മുടെ പേഷ്യൻസിന് ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അവരുടെ അവകാശം, നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുക, ആ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മുടെ അസുഖങ്ങൾ മാറാം, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ റൈറ്റ്സ് ആണ് അല്ലെ, അവകാശങ്ങളാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന മരുന്നുകള് ശരിയായ രീതിയിൽ കഴിക്കുക, അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക അല്ലേ, ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു ക്ലീനിനെസ് നമ്മൾ കാത്തു സൂക്ഷിക്കുക അല്ലെ. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് തരുന്ന ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോട്ടൺ അവിടെ ഇടാം, അതൊക്കെ നമ്മൾ ചെയ്യാൻ പാടുന്നതാണോ? അല്ല അല്ലേ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലീനിന് സോറി ആ കോട്ടൺ ഇടാന്നുള്ളതാണ് കേട്ടോ മിസ് ഉദ്ദേശിച്ചത്. അതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മുടെ കടമയാണ് അല്ലെ, റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പൊ എന്താണ്? ആ ഒരു റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യേണ്ടത് പേഷ്യൻസിന്റെ എന്താണ്? നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ മിസ്സിന്റെ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി മിസ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളില് ചാപ്റ്റർ ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളില് മിസ്സിന് 3 ചാപ്റ്റർ ആണ്. മിസ് ഇൻപേഷ്യന്റ് എടുത്തു, ഹോസ്പിറ്റൽ വാർഡ് എടുത്തു, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എടുത്തു അല്ലെ. ഈ 3 ചാപ്റ്റർ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ, 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി മക്കളെ. ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫാർമസി എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ മിസ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം അല്ലെ, ഫാർമസി നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ ഫാർമസി. അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഓക്കെ, വായിച്ചിട്ട് മിസ് നോക്കാം. നമുക്ക് ഫാർമസി എന്നുള്ള ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഒന്ന് വായിച്ചു നോക്കിയേ 2 മിനിറ്റ്. 1 മിനിറ്റ് മിസ് ഇതില അടയാളപ്പെടുത്തേണ്ടത് പറഞ്ഞുതരാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു പാരഗ്രാഫിലെ അത് അടയാളപ്പെടുത്താം കേട്ടോ. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരെ. പിന്നെ MRD ഇമ്പോർട്ടന്റ് ആണ് മിസ് പറയുന്നത്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജറിന്റെ ആ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫ്. പിന്നെ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ HOD ട്ടോ. നമ്മൾ ഈ കുറെ എക്സ്പാൻഡഡ് ഫോം പഠിക്കുന്നില്ലേ ഓരോ ചാപ്റ്ററിലും, അബ്രിവിയേഷൻ പോലെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എല്ലാ ചാപ്റ്ററിലും ഏതെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അടയാളപ്പെടുത്തി നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പഠിക്കണം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഒന്നുകൂടി പറയണോ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് വാർഡ് ക്ലർക്ക് ആ ഒരു സെക്ഷനിൽ MRD എന്ന് പറഞ്ഞിട്ട് 8 പോയിന്റ് വന്നുണ്ടോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അത് ചോദിക്കാം കേട്ടോ. പിന്നെ അതിൽ ലാസ്റ്റത്തിലെ ഹു ഈസ് ഫേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര മെഡിക്കൽ റെക്കോർഡ്. ആരാണ് ഈ ഇത്തരം വിവരങ്ങള് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ പ്ലേസ് ചെയ്യുന്നത്? ആരാണ്? വാർഡ് ക്ലർക്ക് അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് അടയാളപ്പെടുത്താം. പിന്നെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഫസ്റ്റ് പാരഗ്രാഫിലെ she is a professional who is specialized in helping people who are recovering from disease or disability. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ആ ഒരു 2 സെന്റൻസ് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ who monitors the performance of patient care services, compares it to government agency standards and makes adjustment if necessary. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് 2 അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. പിന്നെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഇത് ഇമ്പോർട്ടന്റ് പറയുന്നെന്നും പറഞ്ഞാൽ അത് മാത്രം നോക്കിയാൽ പോരാ, എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഫുൾ പോയിന്റ്സ് ഒന്ന് നോക്കുക കേട്ടോ. പിന്നില്ലേ ചെറിയ ചാപ്റ്റർ ആണല്ലേ നമ്മുടെ വാർഡ്. PRO ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം, മോക്ക് ടെസ്റ്റില് ഉൾപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊക്കെ എല്ലാവരും പഠിക്കുക കേട്ടോ. അതൊക്കെ മിസ്സുമാര് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടൊക്കെ ഇടുന്നതാണ് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് അല്ലെ ഫാർമസി. ആണോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ജസ്റ്റ് മരുന്നുകൾ വിതരണം ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പേഷ്യൻസിന് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് മാത്രമാണ് നടക്കുന്നത്. മെഡിസിൻ അല്ലെങ്കിൽ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ വിതരണം ചെയ്യുക മാത്രമാണോ? അല്ല അല്ലേ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ? സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ? സ്റ്റോർ ചെയ്തിട്ടല്ലേ നമുക്ക് വരുന്നത്. സ്റ്റോർ ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റലില്
പാക്കിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? പാക്കിംഗ് ചെയ്യുന്നുണ്ട് അല്ലെ? ലേബലിംഗ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ലേബലൊക്കെ ചെയ്തിട്ട് ലേബലിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്? ചില ഹോസ്പിറ്റലില് ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ? നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിർമ്മിക്കുന്നത് അവര് പെട്ടെന്ന് ഒരു മെഡിസിൻ കുറെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് ഒരു എന്താണ് മരുന്ന് നിർമ്മിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ഗവേഷണം നടത്തുന്നുണ്ടോ? അപ്പൊ റിസർച്ചിങ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മിശ്രിതം തയ്യാറാക്കണം അല്ലെ? പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കാം. എന്താണ് കോമ്പൗണ്ടിങ് അല്ലെ? അത് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഫാർമസിയില് ജസ്റ്റ് മരുന്നുകളുടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് നടക്കുന്നത് ഇല്ല അല്ലെ? ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട് അല്ലെ? മിസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫാർമസി എന്നുള്ള ചാപ്റ്റർ മിസ് എടുത്തു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.